തിരുനെൽവേലിയിൽ തള്ളിയ മാലിന്യം നീക്കം ചെയ്യുന്നത് വേഗത്തിലാക്കി കേരളം. ഹരിത ട്രിബ്യൂണൽ നൽകിയ സമയപരിധി ഇന്ന് വൈകിട്ട് അവസാനിക്കാനിരിക്കെയാണ് തിരക്കിട്ട നീക്കം. പകുതിയിലധികം മാലിന്യം നീക്കം ചെയ്തുവെങ്കിലും ലോറികളുടെ എണ്ണക്കുറവ് പ്രതിസന്ധിയാകുന്നുണ്ട്. തിരുനെൽവേലിയിൽ നിന്ന് ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. തിരുനെൽവേലിയിലെ ഈ ഗ്രാമത്തിൽ നിന്നുള്ള മാലിന്യ നീക്കം അത് കേരളം വളരെ വേഗത്തിലാക്കുകയാണ്. കാരണം ഇന്ന് വൈകിട്ട് വരെയാണ് ഹരിത ട്രൈബ്യൂണൽ കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന സമയം. നാളെ ഹരിത ട്രൈബ്യൂണലിൽ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്നുള്ള കാര്യം കേരളത്തിന് അറിയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും 2 ദിവസം മുൻപ് ഞാനിവിടെ വരുമ്പോൾ അത് കണ്ട കാഴ്ച ഈ ജലാശയത്തിലടക്കം വലിയ തരത്തിൽ മാലിന്യങ്ങൾ, ആശുപത്രി മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് PPE കിറ്റുകൾ, ഉപയോഗിച്ച സിറിഞ്ചുകൾ, മാസ്കുകൾ, മറ്റ് മെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിങ്ങനെ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയായിരുന്നു. ഏതായാലും അവിടെ നിന്ന് കുന്നുകൂടിയ മാലിന്യങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്ത് മാത്രം സമാനമായി 6ഓളം സ്ഥലത്ത് ഒരേ രീതിയിൽ ഈ മാലിന്യങ്ങൾ നീക്കാനുള്ള ശ്രമം അത് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് തമിഴ്നാടിന്റെ സഹകരണത്തോടുകൂടി നടക്കുകയാണ്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 7:45-8 മണിയോടുകൂടിയാണ് തിരുനെൽവേലിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള സംഘം എത്തിയത്. 70 അംഗ സംഘമായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ ക്ലീൻ കേരളയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, തിരുവനന്തപുരം നഗരസഭയിലെ ഉദ്യോഗസ്ഥരടക്കം മറ്റ് തൊഴിലാളികളുമടക്കം ഏതാണ്ട് 70 പേരടങ്ങുന്ന സംഘമാണ് തിരുനെൽവേലിയിലേക്ക് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ എത്തിയത്. ഹരിത ട്രൈബ്യൂണലിൽ നിന്ന് വലിയ പഴി കേരളത്തിന് കേട്ടു, വലിയ വിമർശനം കേട്ടു. ഈ പശ്ചാത്തലത്തിൽ ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കേരളത്തിന് കൂടുതൽ അപമാനം ഉണ്ടാക്കുമെന്നുള്ള വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശ്രമങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചത്. ഏതാണ്ട് 16ഓളം ലോറികൾ കേരളത്തിൽ നിന്ന് എത്തിച്ചിരുന്നു. ആ ലോറികളിലൊക്കെ ലോഡുമായിട്ട് അങ്ങനെ പല ലോറികൾ മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ മാലിന്യങ്ങൾ നിറച്ച ലോഡുമായി ഒരു ലോറി അവിടെ കാത്തുനിൽപ്പുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ അതും മടങ്ങും. കൂടുതൽ ലോറികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കൂടുതൽ മാലിന്യങ്ങൾ നീക്കാൻ തമിഴ്നാടിനോട് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 16 ടൺ ശേഷിയുള്ള കൂടുതൽ ലോറികളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ ഈ ലോറികൾ പല സ്ഥലത്തേക്ക് എത്തും. ഏതാണ്ട് ഈ പഞ്ചായത്തിലെ തന്നെ 3 പഞ്ചായത്തുകളിലായി 11ഓളം സ്ഥലങ്ങളിലായിരുന്നു ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായത്. അപ്പോൾ അവിടങ്ങളിൽ നടക്കമുള്ള മാലിന്യ നീക്കത്തിന് കൂടുതൽ ലോറികൾ വേണമെന്നുള്ള ആവശ്യം അത് തിരുനെൽവേലി കളക്ടറോടക്കം ആവശ്യപ്പെട്ടു. തിരുനെൽവേലി കളക്ടർ അങ്ങനെ ലോറികൾ വിട്ടുകൊടുക്കാമെന്ന് കേരളത്തിന് ഉറപ്പും നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി പൂർണ്ണമായും ഇത് JCB കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കൂട്ടിവച്ചിരിക്കുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോറികളിലേക്ക് മാറ്റി കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. കേരളത്തിലെത്തിയാൽ ഇതിലെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ സ്കെയിലും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ക്ലീൻ കേരളയിലും സംസ്കരിക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇന്ന് ഇതുമായി സംഭവിച്ച മറ്റൊരു വലിയ അപ്ഡേഷൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങളടക്കം, അതായത് ഇവിടേക്ക് കൊണ്ട് വേസ്റ്റുകൾ ഇങ്ങനെ തട്ടിയ കൂടുതൽ വാഹനങ്ങളടക്കം കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ ഉള്ള ഒരു പരിശ്രമത്തിൽ കൂടിയാണ്. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെയാണ്, അതായത് ഇതേപോലെ തന്നെ ജലസ്രോതസ്സായിരുന്നു, അപ്പുറത്തായിരുന്നു ഈ മാലിന്യ കൂമ്പാരങ്ങൾ കൂടുതലായി നിക്ഷേപിച്ചത്. ഇപ്പോൾ ഇവിടേക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടുത്തെ കന്നുകാലികൾ അവർ ഈ മേഞ്ഞു നടന്നതിന് ശേഷം ഈ കൂടുതൽ ഊർജ്ജസ്വലരായിട്ടൊക്കെ കാണാം. കാരണം ഇവിടെയൊക്കെ ഈ പ്രദേശത്തൊക്കെ മാലിന്യങ്ങളായിരുന്നു. ആ മാലിന്യങ്ങളൊക്കെ നീക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഊർജ്ജസ്വലരായി വെള്ളം കുടിക്കാനൊക്കെ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതൊരു പോസിറ്റീവായ ഒരു കാഴ്ചയാണ്. നമ്മളോട് സംസാരിച്ച ഇവിടുത്തെ നാട്ടുകാരായ ആളുകൾ പറഞ്ഞ, അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്ക് പച്ചക്കറി തരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ച് മാലിന്യം തരികയാണോ എന്നുള്ള ചോദ്യമായിരുന്നുവെങ്കിൽ ഇന്ന് അവർ പറയുന്നുണ്ട് ഇനിയെങ്കിലും കേരളത്തിലെ അരസാംഗം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, സർക്കാർ ഇതിനകത്ത് ഒരു ഇച്ഛാശക്തി എടുക്കണം. തമിഴ്നാട്ടിലേക്ക് ആവർത്തിച്ച വേസ്റ്റ് കൊണ്ട് തള്ളുന്ന സാഹചര്യം അത് ഒഴിവാക്കണം. കർശന നിരീക്ഷണം വേണമെന്ന് ഈ ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർ തന്നെ പറയുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ഈ വിവാദത്തിൽ കേരളത്തിന് തലയൂരാനുള്ള തിടുക്കപ്പെട്ട നീക്കങ്ങൾ നടക്കുമ്പോഴും ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് കേരളം മറുപടി കൊടുക്കേണ്ടി വരും. വളരെ ഗൗരവത്തിൽ കാണേണ്ട ആശുപത്രി രേഖകളും ബയോമെഡിക്കൽ വേസ്റ്റുകളും എങ്ങനെ സംസ്ഥാനത്തിന് പുറത്തേക്കെത്തി, നിരീക്ഷണ സംവിധാനത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ഇമേജിന്റെ മുന്നറിയിപ്പുകൾ പാലിച്ചില്ലേ, എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ അത്തരം മുന്നറിയിപ്പുകൾക്ക് മുൻപിൽ നിശബ്ദരായി നിന്നു തുടങ്ങിയ പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും കേരളം മറുപടി പറയേണ്ടി വരും. ഈ ഗ്രാമം അത് അവരുടെ പഴയ ജീവിത രീതിയിലേക്ക് പതുക്കെ മാറുകയാണ്. പക്ഷെ അപ്പോഴും പലതരത്തിലുള്ള ആശങ്കകൾ അവരെ സംബന്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മണ്ണിലൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ അവരുടെ തലമുറയ്ക്കടക്കം പ്രശ്നമുണ്ടാക്കുമോ എന്നടക്കമുള്ള വലിയ ആശങ്ക അവരെ സംബന്ധിച്ചിട്ടുണ്ട്. ഏതായാലും തിടുക്കപ്പെട്ട് കേരളം ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഇവിടെ നിന്ന് നീക്കുന്നു. ഏതാണ്ട് 80% ആ പ്രവൃത്തി നടന്നു വരികയാണ്. ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരിക്കും രാജേഷിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുനെൽവേലി.